2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ജിയോയും അതുപോലെ തന്നെ എയർടെല്ലും വി ഐയും ഒക്കെ അവരുടെ പ്ലാനിൻ്റെ പ്രൈസ് കൂട്ടിയിരിക്കുന്നു. എല്ലാവർക്കും അതിപ്പോൾ ഞാനൊരു എയർടെൽ യൂസറാണ്, ഞാനുൾപ്പെടെ എല്ലാവർക്കും അതൊരു ഭയങ്കര പാടാണ്. അത് ചെറിയ രീതിയിലൊന്നുമല്ല അവർ കൂട്ടിയിരിക്കുന്നത്. ജിയോ ആണെങ്കിൽ 12-27% അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എയർടെൽ എടുക്കുവാണെങ്കിൽ 11-21% അവർ ഇൻക്രീസ് ചെയ്തേക്കുന്നത്. സോ വി ഐ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും അവരും കൂട്ടിയിട്ടുണ്ട്. അവർ കൂട്ടിയിരിക്കുന്നത് 11%-ന്ന് 24% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം 20% എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് വലിയൊരു വർധനവ് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്. വളരെ അധികം കൂട്ടിയിട്ടുണ്ട്. അതും പ്രൈസ് നമുക്ക് ഇപ്പം നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം പാവപ്പെട്ട ഉള്ളവരെങ്ങനെ ഇത് അഫോർഡ് ചെയ്യുമെന്ന് ചോദിക്കുമ്പം മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവരെ കമ്പനി അവർക്ക് ഇഷ്ടത്തിന് കൂട്ടാമെന്നുമാണ് പറയുന്നത്. പക്ഷേ ഇവർ ഇത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രോളോ അല്ലെങ്കിൽ കാണിക്കുന്ന അംബാനിയുടെ മോൻ്റെ കല്യാണം, അപ്പം അത് ബേസ് ചെയ്താണ് കൂട്ടിയെന്ന് പറയുന്നത്. പക്ഷേ ഒരു കമ്പനി കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മറ്റൊരു കമ്പനിക്കും കൂട്ടാതിരിക്കാം. പക്ഷേ ഇവരെല്ലാം ഇപ്പം 3 പേര് ഒരേ സമയത്ത്, ഇപ്പം ഇതിൽ 2 വലിയ കമ്പനീസ് എന്ന് പറയുന്നത് ജിയോയും എയർടെല്ലാണ്. സോ ഇവർ 2 പേര് ഒരേ സമയത്ത് കൂട്ടിയത്. സോ ഇപ്പം ജിയോ കൂട്ടിയെന്ന് പറഞ്ഞ് എയർടെല്ലിന് കൂട്ടാതിരിക്കാം, അതൊരു ലാഭവും ആവത്തേ ഉള്ളൂ. അപ്പം ജിയോ എന്ന ആൾക്കാർ എയർടെല്ലിലോട്ട് വരും. പക്ഷേ ഇവർ 2 പേരും ഒരു പ്ലാൻ ചെയ്ത പോലെയാണ് ഒരേ സമയത്ത് കൂട്ടിയേക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജിയോ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഒരു 45 കോടി പേരെങ്കിലും കാണും. സോ അപ്പം ഇപ്പോൾ കല്യാണത്തിൻ്റെ പേരാണെങ്കിൽ പോലും അവരിൽ നിന്ന് ഒരു 10 രൂപ ഇൻക്രീസ് ചെയ്ത് വാങ്ങിച്ചാൽ പോലും ആവശ്യത്തിനുള്ള കാശുണ്ട്. ബട്ട് ഇവരെല്ലാം ഇങ്ങനെ കൂട്ടുന്നുണ്ട്. നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പ്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അപ്പം ഇതിനൊക്കെ എന്താണ് ഇപ്പോൾ ഒരു BSNL എന്ന് പറഞ്ഞൊരു എന്താ പറയുക, നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട ഒരു കാര്യമാണ് BSNL എന്ന് പറഞ്ഞൊരു കമ്പനിയെ പറ്റി അവരുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ BSNL എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 3G ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അധികമായിട്ട്. 4Gയിലോട്ട് അവർ ഇപ്പം കടന്നിട്ടേ ഉള്ളൂ. 5G സ്വപ്നത്തിൽ, ഇപ്പം 5Gയുടെ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ BSNL എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്പീഡാണെങ്കിൽ വളരെ കുറവാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും ഒരു കമ്പനിയായിരുന്നു ഇപ്പം ഭയങ്കര ലോസ് മേക്കിംഗ് കമ്പനിയായിട്ട് നിൽക്കുന്ന BSNL ആണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി ഇവർ ഈ 2 കമ്പനികളും ഇങ്ങനെ പ്രൈസ് കൂട്ടുന്നത് അവർക്ക് ഇഷ്ടത്തിന് കൂട്ടുന്നതിന് ഒരു ലിമിറ്റോ കാര്യങ്ങളോ, അവർക്ക് എപ്പോഴും വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പം ഈ 5Gക്കും എയർടെല്ലിനും ജിയോയ്ക്കൊക്കെ 5Gയുടെ പെർമിഷൻ കൊടുക്കുന്ന കമ്പനിയാണ് BSNL ഓൺ ചെയ്തേക്കുന്ന കമ്പനി. സോ പക്ഷേ എന്നാൽ BSNL ആണെങ്കിൽ ഭയങ്കര ലോസ് മേക്കിംഗ് കമ്പനിയാണ്. അതൊരു BSNL എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. ഇപ്പം ഈ ഗവൺമെൻറ് കമ്പനിയാണ് BSNL ആണ്, അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പം BSNL ഭയങ്കരമായിട്ട് യൂസേഴ്സ് എല്ലാം കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി ഇത്ര മാത്രമേ പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വലിയ വലിയ കമ്പനികളും അതേ ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കമ്പനിയില്ല. ഇപ്പം BSNL ആണെങ്കിൽ പോലും ഭയങ്കര എന്താ പറയുക ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ഇപ്പോൾ 2005 തൊട്ട് എടുക്കുകയാണെങ്കിൽ 2005 തൊട്ട് തന്നെ അത് ലോസ് മേക്കിംഗ് കമ്പനിയാണ്. പക്ഷേ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഓൺ കമ്പനിയാണ്. ഇപ്പം ആലോചിച്ച് നോക്കുക, ഗവൺമെൻറ്റിൻ്റെ ഓൺ കമ്പനി ആകുമ്പോൾ അവർക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു നല്ല രീതിയിൽ. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള വലിയ വലിയ കമ്പനിയൊക്കെ അതിൽ കൂടുതൽ അവർക്ക് ആ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സെയിം വെച്ച് ആ ഗവൺമെൻറ് വെച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ വെക്കാൻ പറ്റും. അതിൽ സർവീസ് അധികം കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ അത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് എന്താ പറയുക, നമ്മുടെ കഷ്ടകാലം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് അധികം അവർ ഇനി വരും വർഷങ്ങളിൽ അവർ ഇനി ഇൻക്രീസ് ചെയ്യായിരിക്കും. ബട്ട് ഇത് കാരണം കുറേ കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പോലും നമ്മൾ സാധാരണ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കാണും, അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നവരായിരിക്കത്തില്ല. പക്ഷേ എന്നാൽ പോലും ഒരു അൺലിമിറ്റഡ് കോൾ അല്ലെങ്കിൽ കോൾ ഇതെടുക്കുകയാണെങ്കിൽ പോലും അങ്ങനത്തെ നമുക്ക് ആ ഒരു ചാർജിങ് പോലും ഇല്ല. മൊത്തമല്ലാതെ ഒരു 1.5 GB 1 GB ഇതേ ഉള്ളൂ. അവർക്ക് പോലെ നെറ്റിൻ്റെ അങ്ങനെ ആവശ്യങ്ങളില്ല. അവർ എന്താ പറയുക, അവർ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും ഭയങ്കരമായിട്ട് നിൽക്കുക. അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു കോളിങ്ങിൽ മാത്രമേ. പക്ഷേ അവിടെ പോലും അവർക്ക് എന്താ പറയുക കമ്പനികൾ അതാണ് കൊടുക്കുന്നത്, നോർമൽ ഒരു കോളിംഗ് അല്ല കൊടുക്കുന്നത്. അവർക്കും ഡേറ്റ അത്രയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരും. സോ എന്താ പറയുക, ഇത് ഇൻക്രീസ് ആവുന്നുണ്ട്, ഇത് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ.
അതുപോലെ തന്നെ ഇപ്പം ജൂൺ 3 വരെ ആയിരുന്നു അതിൻ്റെ ഒരു ഡേറ്റ്. അതിന് മുമ്പ് ചാർജ് ചെയ്ത പ്രൈസ് അത്രയും വരത്തില്ലായിരുന്നു. ഇപ്പം ജൂലൈ 3-ന് ശേഷം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസും ചെയ്യും. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇത് കാരണം എല്ലാവരും ഭയങ്കര ടെൻഷനും ദേഷ്യത്തിലും ഒക്കെയാണ്. ബട്ട് നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ ഇത് ഇനിയും കൂടത്തേ ഉള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറയുമെന്ന് എനിക്ക് ഡൗട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ താങ്ക് യു.